സെറ്റ് പീസിൽ നിന്ന് ഗോൾ കണ്ടെത്തി വിജയത്തിലേക്ക് നടന്നു കയറുന്ന ആഴ്സണലിനെ ഈ സീസണിൽ പലതവണ കണ്ടതാണ്. പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കലഫിയോരെ നേടിയ ഗോളും ലീഡ്സ് യുണൈറ്റഡിനെ 5 ഗോളിന് തകർത്ത മത്സരത്തിലെ ഇരട്ട ഗോളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂകാസിലിനെതിരായ മത്സരത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സെന്റ് ജെയിംസ് പാർക്കിൽ 84-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് പിറകിൽ നിന്നപ്പോൾ ആഴ്സണൽ തോൽവി മുന്നിൽ കണ്ടതാണ്. എന്നാൽ ഇവിടെയും സെറ്റ് പീസിൽ നിന്നുള്ള ഗോൾ രക്ഷയായി. ഡെക്ലാൻ റൈസ് കോർണറിൽ നിന്ന് നീട്ടി നൽകിയ ക്രോസ് മിക്കേൽ മറീനോ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നതോടെ ആഴ്സണൽ സമനില പിടിക്കുന്നു. 2023-24 സീസണിൽ ആഴ്സണലിലേക്ക് ചേക്കേറിയതു മുതൽ സെറ്റ് പീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയ താരമാണ് ഡെക്ലാൻ റൈസ്. 10 ഗോളുകളാണ് റൈസിന്റെ അസിസ്റ്റിൽ നിന്ന് പിറന്നത്. ന്യൂകാസിലിനെതിരെ ആഴ്സണലിന്റെ 2ാം ഗോൾ പിറക്കുന്നത് കോർണർ കിക്കിൽ നിന്ന് തന്നെയായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 96-ാം മിനിറ്റിൽ മാർട്ടിൻ ഒഡേഗാർഡ് കോർണറിൽ നിന്ന് നൽകിയ അസിസ്റ്റ് ഡിഫൻഡർ ഗബ്രിയേൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. അതോടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട 3 പോയിന്റ് ന്യൂകാസിൽ നിന്ന് ഗണ്ണേഴ്സ് പോക്കറ്റിലാക്കി. പ്രീമിയർ ലീഗ് ടേബിളിൽ ആഴ്സണൽ 13 പോയിന്റുമായി നിലവിൽ 2ാം സ്ഥാനത്താണ്. സീസൺ അവസാനം പ്രീമിയർ ലീഗ് കിരീടം ചൂടുന്നത് ഏത് ക്ലബ്ബായിരിക്കും? നിങ്ങൾ പറയൂ.